إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. وأقيموا الصلاة وآتوا الزكاة. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നമ്മെ ഉണർത്തുന്ന ഒരു വചനമാണ്. നിങ്ങൾ സ്വലാത്ത് അഥവാ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും വആതു സകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യണം. قال رسول الله صلى الله عليه وسلم بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا. പരിശുദ്ധ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 റുക്നുകളിന്മേലാണ്. മദ്രസകളിൽ വെച്ച് ഏറ്റവും ചെറുപ്പത്തിൽ ഓരോ വിദ്യാർത്ഥിയും പഠിക്കുന്നതായ പാഠമാണ് ഇസ്ലാം കാര്യങ്ങൾ 5 അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിന്മേലാണ്. ഒന്നാമത്തേത് ഷഹാദത്ത്, രണ്ടാമത്തേത് അസ്സലാത്ത് നമസ്കാരം, മൂന്നാമത്തേത് സകാത്ത് കൊടുക്കുക എന്നുള്ളത്, നാലാമത്തേത് നോമ്പും, അഞ്ചാമത്തേത് ഹജ്ജുമാണ്. സകാത്ത് കൃത്യമായി നൽകുക എന്നുള്ളത് നിസാബ് ഉടമപ്പെടുത്തിയ സകാത്ത് ബാധകമാകാനുള്ള തോത് കൈവശമുള്ള ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സമ്പത്ത് കൃത്യമായി കണക്ക് കൂട്ടി അതിന്റെ അവകാശം പാവപ്പെട്ടവന് കൊടുക്കണം. ഒരു ധനികനായ മനുഷ്യൻ നൽകുന്ന ഒരു ഔദാര്യമായല്ല സകാത്തിനെ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. وفي أموالهم حق معلوم للسائل والمحروم. സത്യവിശ്വാസികളുടെ ധനത്തിൽ നിർണിതമായ ഒരു പങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും പ്രയാസത്തിലൂടെയും ദുരിതത്തിലൂടെയും
കടന്നു പോകുന്ന ആളുകൾക്കുള്ള അവകാശമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഹക്ക് കൊടുക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഴുവൻ ധനവും ഹറാമാണ്. അവൻ എത്ര നമസ്കരിച്ചാലും ശരി, അവൻ എത്ര നോമ്പെടുത്താലും ശരി, അവൻ എത്ര ഹജ്ജുകൾ ആവർത്തിച്ച് ചെയ്താലും ശരി, തന്റെ ധനത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശം ഹക്ക് ആ മനുഷ്യൻ കൊടുത്തില്ല എങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശം അവന്റെ ധനവുമായി കലർന്നു പോകുകയാണെങ്കിൽ ആ ധനത്തെ അത് മലിനമാക്കും, ആ ധനം ഹറാമായി മാറുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. قال الله عز وجل والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണ്ണവും വെള്ളിയുമൊക്കെ അതിന്റെ സക്കാത്ത് കൊടുക്കാതെ നിധിയായി തന്റെ സമ്പത്ത് ആർക്കും നൽകാതെ എടുത്തു വെക്കുന്ന ചില ആളുകളുണ്ട്. പാവപ്പെട്ടവൻ അവന്റെ അവകാശങ്ങൾ കൊടുക്കാതെ മറ്റുള്ളവർക്കാർക്കും നൽകാതെ അത് എടുത്തു വെക്കുന്ന അവകാശങ്ങളെ കൊടുക്കാതെ വെക്കുന്ന മനുഷ്യൻ, അവരോട് അല്ലാഹുവിന്റെ റസൂലെ ഒരു സന്തോഷ വാർത്ത അറിയിക്കണം. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അത്യധികം കഠിനമായ വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ إلا صفحت له يوم القيامة صفائح من نار فتكوى بها جنبه وجبينه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും തന്റെ ധനത്തിന്റെയും ഒക്കെ സക്കാത്ത് കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെക്കുന്നവർ, അവർക്ക് അവരുടെ ആ സമ്പത്ത് ലോഹത്തിന്റെ ഫലകങ്ങളായി നരകാഗ്നിയിൽ ചൂളക്ക് വെക്കുകയും അവരുടെ നെറ്റിത്തടങ്ങളും പാർശ്വഭാഗങ്ങളും അതുകൊണ്ട് ചൂടുവെക്കപ്പെടുകയും ചെയ്യുന്ന ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീത് നൽകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമോ അല്ലാഹു അസ്സ വജൽ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹ അല്ലാഹ് ഫഉലൈക ഹുൽ മുദ്ഇഫൂൻ. ആത്മാർത്ഥമായി റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് അജ്ർ ലഭിക്കണം, പ്രതിഫലം ലഭിക്കണം എന്നുള്ള നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി നൽകിയതായ സകാത്താണോ ഫഉലൈക ഹുൽ മുദ്ഇഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇരട്ടിപ്പിച്ച് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മൻ ദല്ലദീ യുഖ്രിദു അല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരു കടം നൽകുവാൻ തയ്യാറുള്ളത്, അല്ലാഹുവിന് ഒരു മനുഷ്യന്റെയും ധനം ആവശ്യമില്ല. ഇന്നല്ലാഹ ഹുവൽ ഗനി. അല്ലാഹു ധന്യനാണ്, അല്ലാഹു ധനികനാണ്. ആരുടെയും ഒരു അമലിനോ ഒന്നിനും അല്ലാഹു തആലക്ക് ആവശ്യമില്ലാത്ത വിധം അവൻ ധനികനാണ്. എന്നാൽ ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നമസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സ്വതക്ക ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അവിടെയാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പടച്ചവന് കടം കൊടുക്കുവാൻ തയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നൽകുകയാണ് എങ്കിൽ അല്ലാഹു അത് നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു തരും. ഇത്രമാത്രം വിശുദ്ധ ഖുർആനിൽ എത്ര വചനങ്ങളാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്നത് ഒരു ധാന്യമണി നടുന്നത് പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകും. ഓരോ കതിരുകളിലും 100ഓളം ധാന്യമണികൾ, അഥവാ 700 ഇരട്ടി. എന്നിട്ടും അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യുദാഇഫു ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കും. സകാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വളർച്ച, വർദ്ധനവ്, അന്നമു വത്തഹാറ, സംസ്കരണവും വിശുദ്ധിയും വളർച്ചയും വികാസവുമാണ് സകാത്തിന്റെ അർത്ഥം. അറബി ഭാഷയിലുള്ള ആ പദത്തിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ സമ്പത്തിനെ അത് ശുദ്ധീകരിക്കുന്നതോടൊപ്പം ആ സമ്പത്തിനെ അത് വളർത്തുന്നു, അതിനുള്ള ബറക്കത്ത്
തണലെങ്കിലും ലഭിച്ചെങ്കിൽ എന്ന് ഓർത്ത് മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ദിവസം ഓരോ മനുഷ്യനും അവൻ അനുഷ്ഠിച്ച ദാനധർമ്മത്തിന്റെ തണലിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യത്തോടുകൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ചെറിയ അസുഖം വന്നാൽ മതി, ഒരു ചെറിയ പ്രയാസം ഉണ്ടായാൽ മതി, എല്ലാ ഓട്ടവും നിൽക്കും, എല്ലാ ആശ്വാസവും അവസാനിക്കും, പ്രയാസമാകും, മനപ്രയാസം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിസ്സദഖ ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹ. ദാനധർമ്മങ്ങളിൽ നിങ്ങൾ ഉത്സാഹം കാണിക്കുക. പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദാനധർമ്മങ്ങളെ മുൻകടക്കാൻ കഴിയുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ദാനത്തിന്റെ മാസമാണ്. كان رسول الله صلى الله عليه وسلم أجود الناس وأجود ما يكون في رمضان، فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. ഏറ്റവും ധർമ്മിഷ്ഠനായ വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അൻസാറുകളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അല്ലാഹു റസൂലിനോട് ചോദിച്ചു, സഅലു ഫഅഅതു. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് മതിയാകുവോളം നൽകി. കുറച്ചു കഴിഞ്ഞ് അവർ വീണ്ടും വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. അപ്പോഴും തന്റെ കൈവശമുള്ളതെല്ലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. മൂന്നാമതും അവർ വന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകി. ഫനഫദ മാ ഇൻദ, കയ്യിലുള്ളതെല്ലാം അവസാനിച്ചു. തിരിച്ചയക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ന് എപ്പോഴും തരാൻ സാധിക്കുന്നവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. കൈവശമുള്ളതിൽ തൃപ്തിപ്പെടുകയും അതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് അത് വലിയൊരു അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ഇഫ്ഫത്തിനെ അന്വേഷിക്കുന്നവർക്ക് അല്ലാഹു സ്വയം പര്യാപ്തത നൽകും. അതുപോലെ തന്റെ കയ്യിലുള്ളത് കൊണ്ട് മതിയാക്കുകയും മറ്റുള്ളവരുടെ കയ്യിലുള്ളത് മോഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു നൽകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അടിച്ചു വീശുന്ന മഴയുമായി വരുന്ന സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റിനേക്കാൾ ദാനധർമ്മങ്ങൾ നൽകുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ റമദാനിൽ എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, സകാത്ത് കൃത്യമായി കണക്ക് കൂട്ടി അതിന്റെ അവകാശങ്ങൾ നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. الله نسوشيكم تقويكم بجيبكم وصية جيبكم وديشكم. قال رسول الله صلى الله عليه وسلم: ما امتنع قوم زكاة أموالهم إلا منعوا القطر من السماء. തങ്ങളുടെ സക്കാത്ത് അവകാശികൾക്ക് നൽകാതെ ഒരു സമൂഹം പിടിച്ചു വെക്കുന്ന പക്ഷം അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും മഴയുമൊക്കെ അവർക്ക് ലഭിക്കുന്നതിൽ നിന്ന് പടച്ചറപ്പ് അവരെ തടയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ അവകാശികൾ അവരുടെ അവകാശം നമ്മുടെ ധനത്തിൽ നിന്ന് നൽകുകയും നമ്മുടെ ധനം ശുദ്ധീകരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم تقبل منا صيامنا وقيامنا وركوعنا وسجودنا وصدقاتنا يا رب العالمين. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين